അങ്ങനെ നടപടിക്രമങ്ങൾ തുടരുകയാണ്. വി ഡി സതീശനെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, വേറെ പുതുമകളൊന്നുമില്ല, പക്ഷേ എല്ലാവരും എത്തി. ചെന്നിത്തലയുടെ ഒരു സാന്നിധ്യം, അത് കത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ അറിയിക്കുന്നു. ഇനി ഉടനെ തന്നെ ഗവർണറെ കാണാനുള്ള പോക്കാണോ, അതോ ഈ യോഗത്തിൽ എന്തെങ്കിലും നടപടിക്രമങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? ഒന്നും അറിയിക്കാൻ പറയണ പോക്കാണ്. ഇവിടുന്ന് നേരെ ലോക്ഭവനിലേക്കാണ്. ലോക്ഭവനിലെത്തി ഈ പാർലമെന്ററി പാർട്ടിയുടെ തീരുമാനം ഗവർണറെ അറിയിക്കും. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ അടക്കം പിന്തുണയുള്ള കത്തും വി ഡി സതീശന്റെ കൈവശമുണ്ട്. ഇവിടെ നിന്നും നേരെ ലോക്ഭവനിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ പാർലമെന്ററി പാർട്ടി യോഗം തെരഞ്ഞെടുത്തിരിക്കുന്നു. സാങ്കേതിക നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. ഇനിയിപ്പോൾ വി ഡി സതീശന്റെ വരവിനായാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. സഭയിൽ നിന്നും ഓരോരുത്തരായി പുറത്തേക്ക് പോവുകയാണ്. ഏറ്റവും ആദ്യം കെ മുരളീധരൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ വി ഡി സതീശനെ തെരഞ്ഞെടുത്തു. അമൽ പറഞ്ഞാൽ ചെറിയായിട്ട് മാറിപ്പോയിരുന്നു, തിരുത്തിയതാണ്. തുടർന്നോളൂ. എന്തെന്നാണ് പറഞ്ഞത്? അല്ല, രണ്ടു ദിവസങ്ങൾ അത് തുടരും. കുറച്ച് ദിവസങ്ങൾ അത് നമ്മൾ ശീലിച്ചു വന്നതിൽ നിന്നൊരു മാറ്റമാണ്. പറഞ്ഞോളൂ അമ്മ. അതെ, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ വി ഡി സതീശന്റെ വരവിനായാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. വി ഡി ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ലോക്ഭവനിലേക്കാണ്. അവിടെ ചെന്ന് ഈ കത്തുകളെല്ലാം കൈമാറും. അതിനുശേഷം എന്ന് സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നൊരു കാര്യത്തിലും ഈ ഒരു ഏകദേശ ധാരണ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച എന്നുള്ളൊരു തീയതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വലിയ ആഘോഷമായിരുന്നു വി ഡിയുടെ പേര് പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ കേരളത്തിലുടനീളം. അത് നിയമസഭയ്ക്ക് മുന്നിലേക്ക് എത്തി. സാധാരണ നിലയിൽ നിയമസഭയ്ക്ക് മുന്നിൽ അങ്ങനെ ആൾക്കൂട്ടം ഉണ്ടാകാറില്ല. ആൾക്കൂട്ടം കൂടിയുള്ള മുദ്രാവാക്യം വിളികൾക്ക് നമ്മൾ കാണാറില്ല. അത് പ്രതിഷേധമാണെങ്കിലും ആഘോഷമാണെങ്കിലും അത് കാണാറില്ല. അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ വരെയും ആഹ്ലാദ പ്രകടനവുമായി പ്രവർത്തകരെത്തി. കണ്ടോൺമെന്റ് ഹൗസിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ കാത്തു നിൽക്കുന്നത് വി ഡി സതീശന്റെയും മറ്റ് MLA-മാരുടെയും വരവിനായാണ്. ഇപ്പോൾ നേരത്തെ കെ മുരളീധരൻ പറഞ്ഞിരുന്നു എനിക്കൊരു അല്പം നേരത്തെ പോകേണ്ടി വരുമെന്ന്. അതിനാൽ ഏറ്റവും ആദ്യം പാർലമെന്ററി പാർട്ടി യോഗം കഴിഞ്ഞ് ഇവിടെ നിന്നും മടങ്ങിയത് കെ മുരളീധരനാണ്. കെ മുരളീധരന് ഗുരുവായൂരിൽ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂരിലെത്തിയൊരു ദർശനമുള്ളതാണ്. അങ്ങനെ ഗുരുവായൂരിലേക്കുള്ള പോക്കാണ് കെ മുരളീധരൻ. അതേ ഗുരുവായൂരിൽ തന്നെ അവിടേക്കുള്ള പോക്ക് തന്നെയാണ് നേരത്തെ രമേശ് ചെന്നിത്തലയും പറഞ്ഞിരുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല ഈ യോഗത്തിൽ പങ്കെടുക്കാതെയാണ് പോയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ആകാൻ കഴിഞ്ഞില്ല. ഹൈക്കമാൻഡിന്റെ തീരുമാനം രമേശ് ചെന്നിത്തലയ്ക്കെതിരായിരുന്നു. അത് വി ഡി സതീശൻ അനുകൂലമായിരുന്നു. അതിനാൽ തന്നെ അപ്പൊ നമുക്ക് വി ഡി സതീശൻ പുറത്തേക്ക് വരുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കാം. എന്തായാലും പോലീസ് എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി നിൽക്കുകയാണ്.